ഇപ്പോൾ സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഇന്ന് പുനരാരംഭിക്കും. ആലപ്പുഴയിലെ 2 മില്ലുടമകളുമായി ഭക്ഷ്യവകുപ്പ് ധാരണയിലെത്തി. ഔട്ട്ടേൺ റേഷ്യോ 66.5 കിലോ എന്നത് ഉടമകൾ സമ്മതിച്ചു. ഇന്ന് തന്നെ പരമാവധി നെല്ല് സംഭരിപ്പിച്ച് തുടങ്ങും. വൈകിട്ട് 5 മില്ലുടമകളുമായും സർക്കാർ ചർച്ച നടത്തും. അതിനുശേഷം മറ്റിടങ്ങളിലെ നെല്ല് സംഭരണം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, വിശദാംശം. സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുതല്ലാത്ത വലിയൊരു പ്രതിസന്ധി നിലനിന്നിരുന്നു. അതിപ്പോൾ താൽക്കാലികമായെങ്കിലും പരിഹാരം കാണുന്ന രീതിയിലേക്കാണുള്ള കാര്യങ്ങളാണ് പോകുന്നത്. സംസ്ഥാനത്ത് നിലവിലേതാണ് നമുക്കറിയാം 40-ലധികം മിൽ ഉടമകളുണ്ട്. ഇവരുടെ സംഘടന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ആ യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം സർക്കാർ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങൾ ആദ്യഘട്ടത്തിൽ അംഗീകരിക്കുകയും പിന്നീട് മില്ലുടമകളുടെ സംഘടനകളുടെ യോഗം ചേർന്നുകൊണ്ട് സർക്കാർ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് നെല്ല് സംഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് മില്ലുടമകളുമായി, അതായത് ഓരോ മില്ലുടമകളുമായിട്ടും ഭക്ഷ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ചില ചർച്ചകൾ നടന്നത്. ആ ചർച്ചയ്ക്കിടയിലാണ് 2 മില്ലുടമകൾ സംസ്ഥാനത്തെ നെല്ലെടുക്കാം എന്നുള്ള ധാരണ സർക്കാരുമായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ നിന്നുള്ള നെല്ല് ഇന്ന് തന്നെ സംഭരിച്ചു തുടങ്ങും എന്നുള്ള ഉറപ്പ് ഭക്ഷ്യമന്ത്രി GR അനിലിന് 2 മില്ലുടമകൾ നൽകിയിട്ടുണ്ട്. ആ ധാരണയുടെ പുറത്ത് എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് 5 മില്ലുടമകളുമായിട്ട് അല്പസമയത്തിനകം ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച കൂടിയുണ്ട്. ആ ചർച്ച കൂടി ഫലം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന 7 മില്ലുടമകളുമായിട്ട് ആലപ്പുഴ, പാലക്കാട്, തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള നെല്ല് സംഭരണം തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഭക്ഷ്യവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നൽകിയ ഉറപ്പുകൾ നമുക്കറിയാം. 100 കിലോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്ടേൺ റേഷ്യോ ആയിട്ട് 68 കിലോ അരിയാക്കി നൽകണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ മാനദണ്ഡം. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ 64.5 കിലോ അരി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ ബാക്കി വരുന്ന തുക കിഴിവായിട്ട് നൽകണം എന്നുള്ള ആവശ്യമാണ് മില്ലുടമകൾ പറഞ്ഞിരുന്നത്. എന്നാൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം 64.5 കിലോയിൽ നിന്ന് 64.5 കിലോയിൽ നിന്ന് 64.6 കിലോ അരിയാക്കി നൽകണം എന്നുള്ള നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. ബാക്കി വരുന്ന കിഴിവിന്റെ തുക സർക്കാർ നൽകാം എന്നുള്ള ഉറപ്പുകൂടി നൽകിയിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 മില്ലുടമകൾ നെല്ല് സംഭരണത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം ചർച്ച കൂടി ഫലം കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ മില്ലുടമകൾ കൂടി നെല്ല് സംഭരണത്തിന് വേണ്ടി രംഗത്ത് വരും. അജി.